അങ്ങനെ വീണ്ടും ഒരു നാൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഒരു രാത്രി പാവയെ തൻ്റെ ബെഡിൽ കണ്ട ഡോണ അതിനെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ കൈകളിൽ രക്തം പോലെ ചുവന്ന നിറത്തിൽ ഒരു ദ്രവ്യം കണ്ടു. അതോടുകൂടി പേടിയായ ഡോണ ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു. ഡോണയും കൂട്ടരും താമസിച്ചിരുന്ന റൂമിൽ അനബെല്ലെ എന്നു പേരുള്ള 7 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുകയും അതിൻ്റെ ആത്മാവാം പാവയിൽ ഉള്ളതെന്നുമുള്ള അന്തിമ തീരുമാനത്തിൽ അവരങ്ങനെ എത്തിച്ചേർന്നു. കൂടാതെ ആ ആത്മാവ് ഡോണയെയും ആൻജിയെയും വിശ്വസിക്കുന്നതിനാൽ അവരെ വിട്ടുപോകാനും സാധ്യതയില്ല. ഇതറിഞ്ഞ ഡോണ ആ പാവയെ തൻ്റെ കൈവശം വെക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അവർ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങൾ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്.